സോ ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പം നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ കോറിലേഷൻ ആണ്. എന്താണ് കോറിലേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. റിലേഷൻഷിപ്പ് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് നമ്മളുടെ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി എസ്റ്റിമേഷൻ, പ്രഡിക്ഷൻ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് റിഗ്രഷൻ. അപ്പം നമ്മളിവിടെ പഠിക്കുന്ന ഏതാണ്? കോറിലേഷൻ ആണ്. ഇനി സെക്കൻഡ് ചാപ്റ്റർ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ടോപ്പിക് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് റിഗ്രഷൻ. അപ്പം നമ്മളിവിടെ പഠിക്കുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ്? കോറിലേഷൻ ആണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ കോറിലേഷൻ ടോപ്പിക്കിൽ കവർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ആദ്യം ഫസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കോറിലേഷൻ്റെ മീനിങ് ആണ്. പിന്നെ കോറിലേഷൻ കോഫിഷ്യൻ്റ് രണ്ടാമത്തെ ടോപ്പിക്കാണ്. പിന്നെ മൂന്നാമത്തത് ടൈപ്സ് ഓഫ് കോറിലേഷൻ. പിന്നെ നാലാമത്തെ വരുന്നത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ. അപ്പം 4 സബ് ടോപ്പിക്സുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളുടെ മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ കോറിലേഷൻ ആണ്. പിന്നെ അതിൻ്റെ സബ് ടോപ്പിക്സുകളാണ് കോറിലേഷൻ്റെ മീനിങ്, കോറിലേഷൻ കോഫിഷ്യൻ, ടൈപ്സ് ഓഫ് കോറിലേഷൻ, പിന്നെ എന്താണ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം കോറിലേഷൻ്റെ മീനിങ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്? കോറിലേഷൻ. അപ്പോൾ കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. പിന്നെ കോറിലേഷൻ വേറൊരു പർപ്പസിനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു സ്റ്റഡി ദ ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. അതായത് ഇപ്പം റിലേഷൻഷിപ്പ് ഉണ്ട്, റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് പഠിക്കാനും കൂടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കോറിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, പ്രൈസ് ആൻഡ് സപ്ലൈ, ഇതൊക്കെ കോറിലേഷൻ്റെ എക്സാമ്പിളാണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. അപ്പം എന്താണ്? പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണത്? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പം ഞാനിവിടെ ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഇൻവേഴ്സ്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഓപ്പോസിറ്റ് എന്നാണ് ഇൻവേഴ്സിൻ്റെ മീനിങ്. അപ്പം പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ്? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുന്നത്. ഇനി പ്രൈസും സപ്ലൈയും ഇവർ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ് ഉണ്ടാവുന്നത്? സെയിം ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയുന്നു. അപ്പം സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ പറയാം ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ദേ ആർ ഹാവിങ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. പ്രൈസും സപ്ലൈയും ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീനിങ് സെയിം ആണ്. അതായത് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റൊരു വേരിയബിൾ കുറയുന്നു, ഒരു വേരിയബിൾ കുറയുമ്പോൾ മറ്റൊരു വേരിയബിൾ കൂടുന്നു. ഇതാണ് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി പ്രൈസ് ആൻഡ് സപ്ലൈ സെയിം റിലേഷൻഷിപ്പ്, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈയും കുറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ് വരുന്നത്. ഒന്ന് പ്രൈസും സപ്ലൈയും. എന്താണ്? പ്രൈസ് ഒരു വേരിയബിൾ, സപ്ലൈ ഒരു വേരിയബിൾ. പ്രൈസും ഡിമാൻഡും, പ്രൈസ് ഒരു വേരിയബിൾ, ഡിമാൻഡ് ഒരു വേരിയബിൾ. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിക്കേ, കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. അതായത് കോറിലേഷൻ കാരണം കൊണ്ട് എപ്പോഴും കോസേഷൻ ആവണമെന്നില്ല. ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളുടെ സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നത് പൂവൻകോഴി കാരണം കൊണ്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? സൂര്യൻ ഉദിക്കുന്നത് പൂവൻകോഴി കാരണം കൊണ്ടാണെന്ന് സൂര്യൻ ഉദിക്കണേന്ന് പറയാൻ പറ്റില്ലല്ലോ. പൂവൻകോഴി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നതാണ് മീനിങ്? അല്ല. അപ്പോൾ കോറിലേഷൻ എന്താണ്? കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. അതായത് റിലേഷൻഷിപ്പ് ഉണ്ടാവും, പക്ഷേ കോസ് ആവണമെന്നില്ല, കാരണമാകണമെന്നില്ല. ഈ പൂവൻകോഴി കാരണം കൊണ്ട് സൂര്യൻ ഉദിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. അതാണ് അത് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോറിലേഷൻ കോഫിഷ്യന്റ്. കോറിലേഷൻ കോഫിഷ്യന്റ്, കോറിലേഷൻ കോഫിഷ്യന്റ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണത് ആർ, സ്മോൾ ലെറ്റർ ആർ.
കോറിലേഷൻ കോഫിഷ്യന്റ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ ആർ ആണ്. ചില ഓതേഴ്സുകളും ക്യാപിറ്റൽ ആറും യൂസ് ചെയ്യാറുണ്ട്. കറക്റ്റ് ആണ്. സ്മോൾ ആറും ക്യാപിറ്റൽ ആറൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പോലും കറക്റ്റ് തന്നെയാണത്. അപ്പോൾ കോറിലേഷൻ കോഫിഷ്യന്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണിത് ആർ എന്ന് പറയുന്നത്. ആറിൻ്റെ വാല്യൂസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ദ വാല്യൂ ഓഫ് ആർ ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ പ്ലസ് ഓർ -1. 1 +1 -1ൻ്റെയും ഇടയിലായിരിക്കും നമ്മളുടെ എന്ത് ആറിൻ്റെ വാല്യൂ ഉണ്ടാവുന്നത്. ഇനി ആറിൻ്റെ വാല്യൂസുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് എന്താണ്? കോറിലേഷൻ കോഫിഷ്യന്റ്. അതാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. ഇഫ് ആർ ഈസ് ഈക്വൽ ടു +1, ഈ വെറും 1 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? +1 എന്നാണ് മീനിങ്. പിന്നെ ആർ ഈസ് ഈക്വൽ ടു -1, അപ്പോൾ കോറിലേഷൻ കോഫിഷ്യന്റിന് വരുന്ന വാല്യൂസ് ആണ് ആർ ഈസ് ഈക്വൽ ടു +1, ആർ ഈസ് ഈക്വൽ ടു -1, ആർ ഈസ് ഈക്വൽ ടു 0. പിന്നെ എന്താണ്? 0ൻ്റെ 1ൻ്റെ ഇടയിൽ വാല്യൂസ് വരാം ആറിൻ്റെ വാല്യൂ. പിന്നെ ആറിൻ്റെ വാല്യൂ എന്താ? -1ഉം 0ൻ്റെ ഇടയിലൊക്കെ വരാം ആറിൻ്റെ വാല്യൂ. ഇതാണ് നമ്മളുടെ എന്ത് കോറിലേഷൻ കോഫിഷ്യന്റ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നതാണ് നമ്മളുടെ എന്ത് ടൈപ്സ് ഓഫ് കോറിലേഷൻ. ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് നമ്മളെന്ത് പോസിറ്റീവ് കോറിലേഷൻ. ഫസ്റ്റ് കോറിലേഷൻ ആണ് നമ്മളെന്ത് പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇഫ് ദ ടു വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റൊരു വേരിയബിൾ കൂടുന്നു, ഒരു വേരിയബിൾ കുറയുമ്പോൾ മറ്റൊരു വേരിയബിൾ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. They are having a direct relationship and they are moving in the same direction. അതായത് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറയുമ്പോൾ സപ്ലൈയും കുറയുന്നു. ഇതാണ് എന്ത് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് ടു വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇനി അടുത്ത വരുന്നതാണ് നമ്മളത് നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇഫ് ടു വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് if price increases, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റൊരു വേരിയബിൾ കുറയുന്നു, ഒരു വേരിയബിൾ കുറയുമ്പോൾ മറ്റൊരു വേരിയബിൾ കൂടുന്നു. ഇതാണ് നമ്മളുടെ എന്ത് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. if the two variables are moving in the opposite direction or in the negative way, അതായത് രണ്ട് വേരിയബിൾസും ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റൊരു വേരിയബിൾ കുറയുന്നു, ഒരു വേരിയബിൾ കുറയുമ്പോൾ മറ്റൊരു വേരിയബിൾ കൂടുന്നു. അങ്ങനെ വരണമെങ്കിൽ അതെന്ത് കോറിലേഷൻ ആണ്? നെഗറ്റീവ് കോറിലേഷൻ. അടുത്ത വരുന്നതാണ് നമ്മളെന്ത് സീറോ കോറിലേഷൻ. സീറോ കോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്? ഇഫ് ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്, വേരിയബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ഓർ ഇഫ് ദ വേരിയബിൾസ് ആർ അൺറിലേറ്റഡ്, ഒരു റിലേഷൻഷിപ്പ് ഒന്നുമില്ലെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് സീറോ കോറിലേഷൻ. ഇൻകം കൂടുന്ന അനുസരിച്ചിട്ട് ഹൈറ്റ് കൂടുന്നുണ്ടോ? ഹൈറ്റ് കൂടുന്ന അനുസരിച്ചിട്ട് ഇൻകം കൂടണമെന്നുണ്ടോ? ഇല്ല. There is no relationship between such variables. So such a type of relationship is called zero correlation or no correlation. Next one, perfect positive correlation, perfect negative correlation. എന്താണ്? Perfect positive correlation, perfect negative correlation. അപ്പോൾ perfect positive correlation എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? If the two variables are directly proportional, എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് നോക്കിക്കേ, പ്രൊപ്പോർഷണൽ. അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്. ഇപ്പം വെറും ഡയറക്ട്ലി ആണെങ്കിൽ അതെന്ത് കോറിലേഷൻ ആയിരിക്കും? പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വന്നിരിക്കുന്നത്. ഇനി എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെയിൽസും റവന്യൂ. എന്താണ്? സെയിൽസും റവന്യൂ. സെയിൽസ് കൂടുമ്പോൾ നമ്മളുടെ റവന്യൂ എന്തായിരിക്കും? കൂടും. അതായത് സെയിൽസ് ഇപ്പോൾ 10% കൂടണമെങ്കിൽ റവന്യൂ എന്തായിരിക്കും? ഒരു 10% കൂടും. അതായത് if one variable changes by 10%, then the other variable will also change by 10%. 10% മാറിക്കഴിഞ്ഞാൽ അടുത്ത വേരിയബിൾ എന്തായിരിക്കും? 10% മാറും. അതുകൊണ്ടാണ് ഇവിടെ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്തിരിക്കണേ. ടു വേരിയബിൾസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതാണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. അടുത്ത വരുന്നതാണ് എന്ത്? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് കോറിലേഷൻ തന്നെയാണ്, പക്ഷേ ഇവിടെ എന്തുകൂടെ യൂസ് ചെയ്തിരിക്കണം? പ്രൊപ്പോർഷണൽ. പിന്നെ ഇൻവേഴ്സ്ലി. ഇൻവേഴ്സ്ലി എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതാണ് എന്ത്?
ഇൻവേഴ്സ്ലി എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ സ്പീഡും ടൈമും സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് ടൈം എന്തായിരിക്കും അത്രയും കുറയും. ഇപ്പം സ്പീഡ് 10% കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ടൈം 10% കുറയും. 10% സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ടൈം 10% തന്നെ കുറയും. അതാണെന്ത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പം എന്തൊക്കെ ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്ന് പോസിറ്റീവ് കോറിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, നെഗറ്റീവ് കോറിലേഷൻ, നോ കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പം 5 ടൈപ്പുള്ള കോറിലേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുകൂടാണ്ട് നിങ്ങൾക്ക് അഡീഷണലി വേറെ എന്തെങ്കിലും കോറിലേഷൻസോ അതിൻ്റെ ടോപ്പിക്സോ എല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ. ഇപ്പോൾ കോറിലേഷൻ പഠിക്കാനായിട്ടുള്ള മെത്തേഡ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജനറലി നമുക്കിവിടെ 3 മെത്തേഡ്സുകളാണ്. ദർ ആർ 3 മെത്തേഡ്സ് ഫോർ സ്റ്റഡിങ് ദ കോറിലേഷൻ. ഫസ്റ്റ് വൺ ഈസ് എ സ്കാറ്റർ ഡയഗ്രം. And a scatter diagram, it is a graphical method. Graphical method of studying correlation. Correlation പഠിക്കുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് നമ്മളുടെ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് മെത്തേഡ്, ഇറ്റ് ഈസ് എൻ ആൾജിബ്രിക് മെത്തേഡ്. അതായത് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ വരും ഇവിടെ. ഫോർമുലാസുകളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കും ഇവിടെ. സ്കാറ്റർ ഡയഗ്രം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ്. പക്ഷേ സെക്കൻഡ് മെത്തേഡും തേർഡ് വണ്ണും എന്താണ്? ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലാതെ. കാൾ പിയേഴ്സൺസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ അവിടെ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ല. സ്കാറ്റർ ഡയഗ്രം മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്? ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ദ കോറിലേഷൻ. ഇനി അടുത്തവിടെ നോക്കിക്കേ, സ്കാറ്റർ ഡയഗ്രംസ് ആണ്. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ്റെ ഡയഗ്രം നോക്കിക്കേ, എന്താണ്? ഡൗൺവേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലൈൻ കണ്ടോ? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെ നോക്കിക്കേ, ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. അടുത്തത് പോസിറ്റീവ് കോറിലേഷൻ നോക്കിക്കേ, കണ്ട പ്ലോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഒരു ലൈൻ വരച്ചിരിക്കുന്ന കണ്ട അപ്വേർഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല വന്നിരിക്കുന്നത്. ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല വരുന്നത്. പക്ഷേ പെർഫെക്റ്റ് പോസിറ്റീവിൽ എന്താണ്? പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. പോസിറ്റീവ് കോറിലേഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരത്തില്ല അവിടെ. നെഗറ്റീവ് കോറിലേഷൻ നോക്കിക്കേ, ഇവിടെയും സ്ട്രെയിറ്റ് ലൈൻ ആണോ വന്നിരിക്കുന്നത്? അല്ല, ഡൗൺവേർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഏത്? നെഗറ്റീവ് കോറിലേഷനിൽ. പക്ഷെ നമുക്ക് അവിടെ ഈ പോയിന്റ്സുകളൊക്കെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരില്ല. പിന്നെ ഈ ഒരു റെഡ് ലൈൻ നിങ്ങൾ കണ്ടായിരുന്നു? ഈ റെഡ് ലൈൻ എന്ന് വിളിക്കുന്ന പേരാണെന്ത്? ട്രെൻഡ് ലൈൻ കേട്ടോ. ഈ റെഡ് ലൈനിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രെൻഡ് ലൈൻ. ഇനി നോ കോറിലേഷൻ നോക്കിക്കേ, വല്ല കോറിലേഷൻ വല്ലതും ഉണ്ടോ? നമ്മളിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനോ ഒന്നും കിട്ടത്തില്ല. ഇതെന്താണ്? നോ കോറിലേഷൻ ആണത്. ഇതാണ് നമ്മളുടെ സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ. പിന്നെ ഇതിൻ്റെ ഒരു സമ്മറി ആണ് ഈ പറയുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കണം. ആറിൻ്റെ വാല്യൂ +1. എന്താണ്? ആറിൻ്റെ വാല്യൂ +1 തന്നെയാണെങ്കിൽ അതെന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. If the value of R is +1, then it is a perfect positive correlation ആണ്. If the value of R is -1 തന്നെയാണെങ്കിൽ അതെന്താണ്? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്താണ്? 0 കോറിലേഷൻ ആണ്. ഈ ഒരു ബോക്സ് ഒന്ന് പഠിച്ചു വെക്കുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോബ്ലം ചെയ്തിട്ട് ഇൻ്റർപ്രറ്റ് എന്നും പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ആറിൻ്റെ വാല്യൂ നിങ്ങൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് +1 തന്നെയാണെങ്കിൽ എന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ആറിൻ്റെ വാല്യൂ -1 തന്നെയാണെങ്കിൽ എന്തായിരിക്കും? പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും അത്. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം ഈ ബോക്സ്. ഇനി നെക്സ്റ്റ് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്കാറ്റർ ഡയഗ്രത്തിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഉണ്ട്. പിന്നെ അതൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടി പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ബാക്കി നമ്മൾ പ്രോബ്ലംസുകൾ ഡിസ്കസ് ചെയ്യും. So till then, goodbye.